Hello guys, welcome back to another video. My name is Siddharth Nair. You're watching That Car Guy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബേസ് മോഡൽ XUV700. യു ഹാർഡ്ലി ഫൈൻഡ് ദീസ് കാർസ്. ഇത് ഒരിക്കലും കാണാൻ കിട്ടാത്തൊരു മോഡലാണ്. നോർമലി എല്ലാവർക്കും ഫുൾ ഓപ്ഷൻ വണ്ടികളാണ് വേണ്ടത്, മിഡ് ലെവൽ ഷോറൂംസിലും അതേ കാണാറുള്ളൂ. ബട്ട് ദിസ് ഇന്ന് വി ഹാവ് സംതിങ് റിയലി സ്പെഷ്യൽ. ദിസ് ഇസ് ദി ബേസ് MX പെട്രോൾ. സോ ദി എൻട്രി ലെവൽ XUV700. And in today's video, I'm going to show you, if you purchase one, എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ്, എന്തൊക്കെ കിട്ടും, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, അതിൻ്റെ ടച്ച് ആൻഡ് ഫീൽ ഇൻ ഡീറ്റെയിൽ ഞാൻ ഓരോന്നെടുത്ത് കാണിക്കാൻ പോവാണ്. So hope you guys enjoy it. Stay tuned. Now let's talk about the pricing first of all. The XUV700, the range എന്ന് പറഞ്ഞാൽ 17,50,000, that is the base, and goes all the way full option വണ്ടിക്ക് almost 33 lakhs വരെ ആണ് ഇതിൻ്റെ വില. That is on road Cochin. And what you see here, this is the base MX petrol. ഇതിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞ പോലെ 17,50,000 കുറച്ച് താഴെയാണ്, 1740 സംതിങ് വരും. ദാറ്റ് ഈസ് ദി ഓൺ റോഡ് പ്രൈസ് ഫോർ ദിസ് കാർ റൈറ്റ് ഹിയർ. ആൻഡ് ആ വിലയ്ക്ക് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? ബേസിക്കലി ഷേപ്പും കണ്ടാലൊക്കെ സെയിം. ലൈക്ക് ഈ വെളി കിടക്കുന്ന ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ഇതാണ് AX7L, ദി ഫുള്ളസ്റ്റ് ഓപ്ഷൻ വെഹിക്കിൾ. അതും ഭാഗ്യത്തിന് വൈറ്റിലാണ്. സോ വി ഹാവ് എ ഡയറക്റ്റ് കമ്പാരിസൺ. വെളിയിൽ നിന്ന് കണ്ടാൽ അത്രയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഡബിൾ വിലയുണ്ട്. ദിസ് കാർ ഇസ് 17,50,000, ദിസ് കാർ ഇസ് ഓൾമോസ്റ്റ് 33. അപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് രണ്ടിരട്ടി വിലയുണ്ട് ഈ വണ്ടികൾ തമ്മിൽ. ലൈക്ക് മീൻ ദ പ്രൈസ് ഡിഫറൻസ്. അപ്പോൾ അതിന് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്ത് നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് ആക്കിയെടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ദിസ് ഈസ് എ ഗ്രേറ്റ് ഓപ്ഷൻ. ഇനിയും ഇതിൻ്റെ പെട്രോൾ വേർഷൻ വേണ്ട, പെട്രോൾ ഇത്തിരി എക്സ്പെൻസീവ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാനല്ല, ബേസിക്കലി റൺ ചെയ്യാനായിട്ട് മൈലേജ് അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഈ MX, ഈ കാണുന്ന അതേ വേർഷൻ്റെ ഡീസൽ മാനുവൽ ഉണ്ട്. ദാറ്റ് ഈസ് ഓൺ റോഡ് 18.2 lakhs, 18,20,000, 18,30,000 അകത്ത് കിട്ടും ഓൺ റോഡ്. സോ ഇറ്റ്സ് ബേസിക്കലി ദ സെയിം കാർ വിത്ത് എ ഡീസൽ എൻജിൻ. സോ അതാണ് അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്, MX എന്നുള്ള ഈ ബേസ് മോഡലിൻ്റെ പ്രൈസ് റേഞ്ച്. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ക്ലോസർ ആൻഡ് എന്തൊക്കെ കിട്ടും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ എക്സ്റ്റീരിയർ ഡിസൈൻ ഇസ് ദ സെയിം, ഓൾമോസ്റ്റ് സെയിം ആണ്. കുറച്ച് ഫീച്ചേഴ്സിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. മോസ്റ്റ് നോട്ടിസബിൾ ആർ ദി അലോയ് വീൽസ്. ആൻഡ് ഇത് കുറച്ച് റെട്രോ ആൻഡ് ഫങ്കിയാണ്, എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ സ്റ്റീൽ വീൽസ്. ബട്ട് എനിവേ ടയർ സൈസ് ഇസ് ദ സെയിം. അത് കാരണം നമുക്ക് മഹീന്ദ്രയിൽ നിന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് ഈ അലോയ്സ് വാങ്ങിച്ചിടാം. ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് 50,000 45,000 അങ്ങനെ അങ്ങാണ്ട് വില വരുന്നത്, നോട്ട് ഷുവർ. ബട്ട് അത് വേണമെങ്കിൽ കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് ഇടിയിപ്പിക്കാം. അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ എൻലെസ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അടിപൊളി ഓഫ് റോഡ് ടയേഴ്സും അലോയ് വീൽസും എന്ത് വേണമെങ്കിൽ ചെയ്യാം. സോ അങ്ങനൊരു ഓപ്ഷനുണ്ട്. ബട്ട് ഫോർ നൗ ദിസ് ഇസ് വാട്ട് യു ഗെറ്റ്. ഇതിനോട് വീൽ ക്യാപ്പും കൂടെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്, നോട്ട് ഷുവർ. പക്ഷേ ഇറ്റ് ലുക്സ് ഗുഡ്. ഈ സ്റ്റീൽ വീൽ ഒരു കൂൾ ഫാക്ടർ ഉണ്ട് എവിടെയോ ആ സ്റ്റീൽ വീലിന്. ഒരു റാലി സ്പെക്ക് എഫക്റ്റ് എവിടെയൊക്കെയോ ഉണ്ട്. ബട്ട് ദാറ്റ് ഇസ് റിയലി കൂൾ. ആൻഡ് മെയിൻ ഡിഫറൻസിൽ വരുന്ന നമ്മുടെ ഹെഡ്ലൈറ്റ് this is a basic halogen setup, 2 barrel ആണ്, one for the low beam, one for the high beam. ഇതിൽ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഒന്നും കിട്ടില്ല. ആൻഡ് യെല്ലോ കളർഡ് ലൈറ്റ്സ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. കുറച്ചും കൂടെ ഫുൾ ഓപ്ഷൻ വണ്ടികളിൽ ഫുൾ LED ഹെഡ്ലൈറ്റ്സ് വിത്ത് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ്. ബേസിക്കലി ഈ മേളിൽ കാണുന്ന ഈ C ഷേപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഒരു വൈറ്റ് LED ലൈറ്റ് സിഗ്നേച്ചർ വരും. ഗ്രിൽ ഇസ് ദ സെയിം. ലൈക്ക് ഫുൾ ഓപ്ഷനിലും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ ഒരു വണ്ടി ഉറപ്പുണ്ട്, ദാറ്റ് ഈസ് ദി AX5. അതിൻ്റെ ഗ്രിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇറ്റ് ലുക്സ് ദ സെയിം. ആൻഡ് ഇവിടെ ക്യാമറയ്ക്കുള്ള ഇൻഡൻറ്റ് ഉണ്ട്, പക്ഷേ ക്യാമറയില്ല. അത് ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ വരുന്ന ക്യാമറയുടെ ഇൻഡൻറ്റ് ആണ്. ആൻഡ് ബേസിക് ബമ്പർ ഡിസൈൻ ഇസ് ഓൾ സെയിം. പിന്നെ ഫോഗ് ലൈറ്റ്സ്, ഓഫ് കോഴ്സ് ഈ വേർഷനിൽ നമുക്ക് ഫോഗ് ലൈറ്റ്സ് കിട്ടില്ല. ബട്ട് അഗൈൻ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ കമ്പനി ഷോറൂമിൽ തന്നെ നമുക്ക് വിത്ത് വാറൻറ്റി അത് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ. ആൻഡ് ഓവർ ടു ദ സൈഡ് പ്രൊഫൈൽ, നമ്മൾ പറഞ്ഞ അലോയ് വീൽസിൻ്റെ കാര്യം. പിന്നെ നമുക്ക് ഈ ബേസ് മോഡലിലും ഈ ഒരു പ്ലാസ്റ്റിക് ട്രിം വരുന്നുണ്ട്. സാധാരണ നമ്മളിപ്പം ഏതൊക്കെ വണ്ടികൾ, ചില ഇഗ്നിസിലോ സ്കോഡയുടെ ഏതൊക്കെ വണ്ടികളിലൊക്കെ ഇത് കാണില്ല. ബട്ട് ഇത് ബേസ് മോഡലും ആ ഒരു പ്ലാസ്റ്റിക് ഫെൻഡർ മോൾഡിങ് വന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഫുഡ് സ്റ്റെപ്സ് അഗൈൻ ഫുൾ ഓപ്ഷനിലും ഫുഡ് സ്റ്റെപ്സ് കമ്പനിയിൽ നിന്ന് വരുന്നില്ല. ദാറ്റ് ഈസ് എൻ എക്സ്ട്രാ ഫിറ്റിംഗ്. സോ അതും ചെയ്യിപ്പിക്കാം നമുക്ക്. ആൻഡ് നമുക്ക് സൈഡിൽ ORVMs. ഈ ORVMs ഇറ്റ്സ് വെരി സ്ട്രേഞ്ച്. ഇതിന് പെയിൻറ്റ് കൊടുത്തിട്ടില്ല, ഇറ്റ്സ് ജസ്റ്റ് ബ്ലാക്ക്, പ്ലാസ്റ്റിക് ആണ്. പക്ഷേ യു ഗെറ്റ് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ്. നോർമലി ബേസ് മോഡലിൽ ഇൻഡിക്കേറ്റർ അപ്പാടെ എടുത്ത് കളയുക ചെയ്യുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ പെയിൻറ്റഡ് അല്ല, ബ്ലാക്ക് ആണ്.
ആൻഡ് ഫോർ സം റീസൺ ആ ബ്ലാക്ക് കളർ രസമുണ്ട്. കാരണം ഒരു ടൂ ടോൺ നമ്മൾ മേളിലിപ്പം ബ്ലാക്ക് റൂഫ് നമ്മൾ റാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പാൻഡ തീം നമുക്ക് കിട്ടും അതിൻ്റെ അകത്ത്. ആൻഡ് ഞാൻ പേഴ്സണലി ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് പെയിൻറ്റ് ചെയ്യില്ല. ജസ്റ്റ് മേക്ക് ദ റൂഫ് ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റ് ചെയ്ത് ബ്ലാക്ക് ആക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് അടിപൊളിയായിരിക്കും. ആൻഡ് ഓവർ ടു ദി ഡോർ ഹാൻഡിൽസ്. ഇത് വളരെ യുണീക്ക് ഒരു ഡോർ ഡിസൈനാണ്. നമ്മുടെ ലാംബഗിനി ഹുറക്കാനും ടെസ്ലയും അങ്ങനത്തെ ഒക്കെ ഒരു ഡിസൈനാണ്. ബേസിക്കലി നമ്മളിവിടെ ഞെക്കുമ്പോഴത്തേക്ക് തുറന്നു വരും. ആൻഡ് യു ഗ്രീറ്റഡ് ടു ദി ഇൻറ്റീരിയേഴ്സ് ഐ ഗെറ്റ് ടു ഇൻ എ ബിറ്റ്. പക്ഷേ ഫോർ നൗ നമുക്ക് എക്സ്റ്റീരിയർ വാക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വണ്ടി, ദാറ്റ് ഇസ് ദി AX7, ആ കാണുന്ന വണ്ടിയിൽ അതിൻ്റെ താഴോട്ടുള്ളൊരു വണ്ടികളിലും ഇല്ല. അതിൻ്റെ തൊട്ട് താഴെയുള്ള മോഡൽ പോലും ആ ഫീച്ചർ ഇല്ല. ഇതിൽ നമ്മളിങ്ങനെ പുഷ് ചെയ്തിട്ടാണ് ഈ ലിവർ എടുക്കുന്നത്. പക്ഷേ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ നമ്മൾ അടുത്തെത്തുമ്പം തന്നെ നമ്മൾ ഞെക്കുമ്പോഴൊന്നും അത് ഓട്ടോമാറ്റിക്കലി അത് വെളിയിലോട്ട് വരും. നമ്മൾ ഞെക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഇസ് ജസ്റ്റ് എ ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ ഫോർ യു. ആൻഡ് ഈ സൈഡ് ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. കണ്ടില്ല, ഈ ഒരു ഡോർ ഹാൻഡിലിൻ്റെ അവിടെ കൂടെ തന്നെ കയറി പോയിരിക്കുന്ന ഒരു പവർ ലൈൻ, ഒരു ബോഡി ലൈൻ ഉണ്ട്. റിയലി ലുക്സ് നൈസ്. ഒരു നമുക്ക് എന്താ പറയുന്ന ഒരു വൈറ്റ് ബോഡി എഫക്റ്റ് എവിടേക്കോ തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഈ വൈറ്റ് കളർ ഇസ് റിയലി സ്മാർട്ട് ഓൺ ദിസ് കാർ. ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ടെയിൽ ലൈറ്റ്സ് ആർ ബേസിക്കലി ദ സെയിം. പിന്നെ താഴെ സ്കഫ് പ്ലേറ്റും നമ്മുടെ ബൂട്ട് ഡോറും എല്ലാം ഇറ്റ് ഈസ് പ്രിറ്റി മച്ച് ദ സെയിം. പറഞ്ഞല്ലോ, ഇവിടെ ബാഡ്ജിങ്ങിൻ്റെ മാത്രമേ, ഇവിടെ ബാഡ്ജിങ്ങിൽ ഒന്നും തന്നെ കിട്ടുന്നില്ല. MX എന്നുള്ളൊരു ബാഡ്ജ് ഇല്ല. പക്ഷേ ഇതിൻ്റെ മുകളിലോട്ട് AX5, AX7, AX അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് അവിടെ കാണും. പിന്നെ നമുക്ക് ഈ വണ്ടി ബേസ് മോഡലാണെങ്കിൽ പോലും റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഇല്ല, ബട്ട് അഗൈൻ സ്ക്രീൻ ഉണ്ട് വണ്ടിയിൽ. സോ ഐ തിങ്ക് യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫിറ്റഡ്. കമ്പനിയിൽ നിന്ന് തന്നെ എനിക്ക് വിത്ത് വാറണ്ടി ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് നിങ്ങൾ ഷോറൂമിൽ വന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് അഗൈൻ സൈഡ് പ്രൊഫൈലൊക്കെ വെരി നൈസ്. ഈ 3/4 ലുക്കൊക്കെ അടിപൊളിയാണ്. സി, ഇതൊരു 17 സംതിങ്ങിൻ്റെ വണ്ടിയാണ് ഓൺ റോഡ്. അടിപൊളിയല്ലേ? ഈ 17 ലക്ഷം രൂപയ്ക്ക് ദ കാർസ് യു ഗെറ്റ് ടുഡേ, ചിരി വരും ഓരോ ചെറിയ ചെറിയ വണ്ടികൾ നമുക്ക് കിട്ടുന്നത് കാണുമ്പോഴത്തേക്ക്. ഫോർ ദാറ്റ് പ്രൈസ്. അല്ലെങ്കിൽ ഡീസൽ വേണമെങ്കിൽ 18-20. 18-20 ഒരു ഡീസൽ ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ SUV ഇതെടുത്തിട്ട് ഇങ്ങനെ തന്നെ വയ്ക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇമാജിനേഷൻസ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് മോഡിഫൈ ചെയ്യാം. ഓക്കെ, മോഡിഫിക്കേഷൻ ഇല്ലീഗലാണ്, പക്ഷേ അതിക്രമം അല്ലാത്ത മോഡിഫിക്കേഷനൊക്കെ കുറച്ചൊക്കെ MVD കണ്ണടയ്ക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരുപാടങ്ങ് ഓഫ് റോഡ് ടയറൊക്കെ ഇട്ട് ഒരു റോഡിൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടായില്ലെങ്കിൽ I think you can have fun with this car. And overall very beautiful. Most value for money എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്ത് ഒരു പുതിയ വണ്ടി വാങ്ങിക്കണമെങ്കിൽ ദിസ് ഇസ് സച്ച് വാല്യൂ. ഞാൻ ഒരിക്കലും പെട്രോൾ എടുക്കില്ല. ഐ വുഡ് only recommend buying the diesel ബിക്കോസ് തരക്കേടില്ലാത്ത മൈലേജ്. തരക്കേടില്ല, ഡീസലിന് അടിപൊളി മൈലേജ് കിട്ടും. പെട്രോൾ അധികം ഓട്ടോ ഇല്ലെങ്കിൽ ഓക്കെ, ബട്ട് ഒരിക്കലും പെട്രോൾ ഞാൻ അങ്ങനെ അഡ്വൈസ് ചെയ്യില്ല. ബട്ട് ഇഫ് യു വാണ്ട് ഇറ്റ്, ആ ഒരു എൻജിൻ്റെ പെർഫോമൻസ്, അയ്യോ അത് മറന്നേ പോയി പറയാൻ. ദിസ് എൻജിൻ, ഒരു മിനിറ്റ്, ലെറ്റ് മീ ജസ്റ്റ് ഓപ്പൺ ദ ഹുഡ്. ദിസ് ഇസ് എ 2-liter 4-cylinder petrol engine which makes, wait for it, 197 bhp, almost 200 പിടിച്ചോ, 200 bhp. എൻ്റെ പൊന്നോ, ദാറ്റ് ഈസ് ക്രേസി ഫാസ്റ്റ്. ഈ വണ്ടി ഓടിച്ചവരും നിങ്ങളുടെ അടുത്ത് പറയും ദിസ് ഹാസ് സ്റ്റുപ്പിഡ് പെർഫോമൻസ്. അടിപൊളി പെർഫോമൻസ്, കാല് കൊടുത്ത് റോക്കറ്റ് പോലെ പോകും. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റിലൊരു VRS പോലത്തെ ഒരു വണ്ടിയൊക്കെ എടുത്ത് മോഡിഫൈ ചെയ്യണമെങ്കിൽ പുതിയ വണ്ടി ചീപ്പായിട്ട്, അങ്ങനൊരു ഓപ്ഷനുണ്ട്. മൈലേജ് എന്ന് പറയുമ്പോൾ അത്ര ശോകം എന്ന് ഞാൻ പറഞ്ഞാലും ദാറ്റ് ഈസ് ഫ്രം മൈ മലയാളി മൈൻഡ് സെറ്റ്. എന്നാൽ നമ്മൾ കൊച്ചിലോട്ട് ഡീസൽ വണ്ടികളെ എടുക്കാവുള്ളൂ എന്ന് നമ്മുടെ വീട്ടുകാരും നമ്മുടെ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ച് വെച്ചേക്കുന്ന കാരണമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ നിറയെ ആൾക്കാർ ഇത് വാങ്ങിക്കും. ബിക്കോസ് അവർക്ക് ആ പെട്രോളിൻ്റെ റിഫൈൻമെൻറ്റും ആ പെർഫോമൻസും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരെ എടുക്കും. ബിക്കോസ് ഇത് വളരെ ക്രീമി ഒരു എഞ്ചിനാണ്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഷോറൂമിൻ്റെ അകത്താണ്, ഇല്ലെങ്കിൽ ഞാൻ കേൾപ്പിച്ച് തന്നേനെ. ഇറ്റ്സ് എ വെരി റിഫൈൻഡ് എഞ്ചിൻ, വെരി പവർഫുൾ എഞ്ചിൻ. 200 bhp, ദാറ്റ് ഈസ് നോട്ട് എ ജോക്ക്. ഇറ്റ് ഈസ് റിയലി പവർഫുൾ. ആൻഡ് നമ്മൾ കുറച്ചാൾ മുമ്പ് ഒരാൾക്കാർ CR-V എടുക്കുമല്ലോ, ഹോണ്ട CR-V, അതേപോലെയുള്ളൂ. അതിനേക്കാളും മൈലേജ് എന്തായാലും കൂടുതലുണ്ട്. CR-Vയുടെ മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ ചിരിക്കാൻ പറ്റുന്ന മൈലേജ് ആയിരുന്നു. അത് വാസ് എ 2.4 liter എഞ്ചിൻ. ഇത് 2 liter ഉള്ളൂ. ആൻഡ് ഒരുപാട് പുതിയ ടെക്നോളജിയാണ്. ആ പഴയ റൂഡിമെൻ്ററി ടെക്നോളജിയൊക്കെ മാറി കുറേയും കൂടെ അഡ്വാൻസ്ഡ്, ഫ്യൂൽ എഫിഷ്യൻറ്റ് കുറേ കിടിപിടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ പെട്രോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ എൻ എൻതൂസിയാസ്റ്റ് ആൻഡ് ഇതിൻ്റെ കൂടെ നല്ലൊരു എക്സോസ്റ്റ് സിസ്റ്റം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്നാ രസമായിരിക്കും. നല്ല അലോയ് വീൽസ്, ചെറുതായിട്ടൊന്ന് ലോവർ ചെയ്യുക, ഒരു എക്സോസ്റ്റ്, ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ
പെട്രോൾ XUV 700 ഒരു ഡൈനമൈറ്റ് വെഹിക്കിൾ ആയിരിക്കും. നൗ വി ആർ സിറ്റിംഗ് ഇൻസൈഡ് ദി XUV 700 ആൻഡ് സംഭവം ഇത്തിരി ബേസിക് ആണ്. ഇത് ബേസ് മോഡൽ. അപ്പോൾ ഒരു മനഃപൂർവ്വമായിട്ട് ഇത്തിരി ബേസ് മോഡലിൻ്റെ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യും. ബിക്കോസ് കമ്പനികൾ ദേ വോണ്ട് യു ടു അപ്ഗ്രേഡ്. ബിക്കോസ് അവരുടെ പ്രോഫിറ്റ്സ് ഒക്കെ ഫുൾ ഓപ്ഷൻ വണ്ടിയിലായിരിക്കുന്നത്. അവർക്ക് ഈ ബേസ് മോഡൽ വെക്കുന്നതിൽ സത്യം പറഞ്ഞാൽ വലിയ പ്രോഫിറ്റ്സ് ഇല്ല. സോ അത് കാരണം മനഃപൂർവ്വം ബേസ് മോഡൽ ഇത്തിരി ബേസ് മോഡലിനെ പോലെ ആക്കും. ബട്ട് ലെറ്റ് മി ജസ്റ്റ് ഷോ യു വാട്ട് ഓൾ യു ഗെറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് കീ. നമുക്ക് സെൻട്രൽ ലോക്കിംഗ് കിട്ടും ഈ മോഡലിലും. പക്ഷേ എന്താണ് കീലെസ് സ്റ്റാർട്ടോ കീലെസ് ഗോ ഒന്നുമില്ല. ഒരു ബേസിക് മഹീന്ദ്രയുടെ കീ, പുതിയ ലോഗോയുടെ വെച്ചിട്ടുള്ളൊരു അടിപൊളി കീ. ഇറ്റ്സ് റിയലി നൈസ്. ഒരു പഴയ ഇത് ഒത്തിരി ഔട്ട് ഓഫ് ഡേറ്റ് ആവാൻ തുടങ്ങി ഈ ഫ്ലിപ്പ് കീ ഡിസൈൻ. പക്ഷേ അഗൈൻ നമുക്ക് ട്രഡീഷണൽ സ്ലോട്ട് ഉണ്ട്, അത് വെച്ചിട്ട് തിരിച്ചാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദർ ഇസ് നോ പുഷ് ബട്ടൺ ഓൺ ദിസ് വേർഷൻ. ആൻഡ് ഇതാണ് ഇനീഷ്യൽ ഡാഷ്ബോർഡ് ലേ ഔട്ട്. ഹെല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹെലയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതോ നോട്ട് ഷുവർ. ഈ സ്ക്രീൻ ദിസ് ഇസ് ഓൾസോ എ ടച്ച് സ്ക്രീൻ, പക്ഷേ ചെറുതാണ്. ഇറ്റ് ഈസ് സ്മോൾ. മറ്റേ നമ്മുടെ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ യു ഗെറ്റ് എ ഫുൾ പാനൽ, ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പാനൽ ഇവിടെയും. ഇവിടെ നമ്മുടെ മീറ്റർ കൺസോളിൽ ഒരു പാനലാണ്. നിർഭാഗ്യവശാൽ ഈ വണ്ടിയുടെ ബാറ്ററി കണക്റ്റഡ് അല്ല. സോ ഐ കാൺട്ട് സ്വിച്ച് ഇറ്റ് ഓൺ ആൻഡ് ഷോ യു വാട്ട് ഓൾ എങ്ങനെയൊക്കെ ഇതിൻ്റെ ഇരിക്കുന്നത്. ബേസിക്കലി ഇത് നമ്മുടെ നീഡിൽസ് ആണ്. ബേസിക്കലി നമ്മുടെ സാധാരണ ഒരു വണ്ടി വരുന്ന പോലത്തെ ഒരു ബേസിക് RPM മീറ്ററും സ്പീഡോമീറ്ററും വരുന്ന ഒരു നടുക്കൊരു ചെറിയ ഡിസ്പ്ലേ ഉള്ള ഒരു നോർമൽ ഗേജ് ക്ലസ്റ്റേർഡ് ഡിസൈൻ. ആൻഡ് കുഴപ്പമില്ല, ഇറ്റ് ലുക്സ് ഗുഡ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കാണുമ്പോൾ ഇത്തിരി ഒരു വിഷമം തോന്നും. എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ഒരു വലിയ ടച്ച് സ്ക്രീൻ പാനൽ ഉണ്ടല്ലോ, ആൻഡ് നമ്മുടെ വണ്ടിയിൽ ഇത് മാത്രമേ ഉള്ളല്ലോ എന്നുള്ളൊരു ദാറ്റ് ഈസ് ദി ഉള്ളി ബിഗ് വിഷമം ഈ ഇൻറ്റീരിയറിനകത്ത്. ബാക്കി ഇതൊക്കെ സഹിക്കാം, ഈ കളർ കോമ്പിനേഷനും ഈ ലെതർ ഇല്ലായ്മയൊക്കെ. ആക്ച്വലി ഈ സീറ്റ്സ് ഒക്കെ ലെതറിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ഫാബ്രിക് സീറ്റ്സാണ്, നല്ല രസമുണ്ട്. ബട്ട് ഇത് ഡൽഹിയിൽ അല്ലെങ്കിൽ കറോൾ ബാഗിൽ വരും ഇതിൻ്റെ വലിയൊരു ആപ്പിൾ കാർപ്ലേ മറ്റേ ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള സാധനം കുത്തിക്കയറ്റാനുള്ള ഒരു ഓപ്ഷൻ വരും. പക്ഷേ അത് വലിച്ചു പറിച്ച് വയർ കട്ടിങ് ചെയ്യാൻ എല്ലാം കപ്ലർ ടു കപ്ലറാണ്. വീഡിയോസിലൊക്കെ നമ്മൾ ഡൽഹി വീഡിയോസ് കാണുമ്പോൾ എല്ലാം കപ്ലർ ടു കപ്ലർ. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നശിച്ചു. സോ ഇത് ഞാൻ എടുക്കുകയാണെങ്കിൽ ഐ ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദിസ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ വരും. ആഫ്റ്റർ മാർക്കറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു വലിയ സ്ക്രീൻ വയ്ക്കുള്ള ഒരു ഓപ്ഷൻ വരും. ഞാൻ പറഞ്ഞത് ബേസിക്കലി ക്യാബിൻ്റെ അകത്ത് അത് മാത്രം ഒരു വിഷമമായിട്ട് നമുക്ക് തോന്നുള്ളൂ, അതില്ലായ്മ. അതർവൈസ് ഈ നമ്മുടെ സ്വിച്ചസും ഈ എല്ലാം നല്ലതാണ്. ഇറ്റ്സ് വെരി ക്ലാസി. ഇതൊരു പെയിൻറ്റഡ് സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക്സ് ഇത്തിരി ഹാർഡാണ്, പക്ഷേ ഒരു ഡ്യൂറബിൾ ഹാർഡ്നെസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പൊളിഞ്ഞു പോകുന്ന ഹാർഡ്നെസ് അല്ല, ഒരു സോളിഡ് ഫീലുള്ള ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ആൻഡ് കുറച്ചും കൂടെ ഫുൾ ഓപ്ഷൻ വണ്ടികളിലൊക്കെ ഇവിടെയൊക്കെ ലെതറും ഒരു പാഡിംഗ് ഒക്കെ വരും, അതൊന്നും ഇവിടെ ഇല്ല. ആൻഡ് സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം, പുതിയ ലോഗോ ഇൻ ദ സെൻറ്റർ. ആൻഡ് നമുക്ക് ഇതിലും ഓഡിയോ സിസ്റ്റത്തിന് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് കിട്ടും. ഇപ്പോഴത്തെ ക്രൂസ് കൺട്രോളും MID ഒന്നും ഇല്ലാത്തതാണ് ഇവിടെ ബ്ലാങ്ക് ആണ്. ആൻഡ് എയർ ബാഗ്സ് ഉണ്ട് ഈ വണ്ടിയിൽ. ഐ ഗെസ് 2 എയർ ബാഗ് ഈ വണ്ടിയിലുണ്ട്. ദിസ് ഇസ് ദ ബേസ് മോഡൽ. ഫ്രണ്ടിൽ അവിടെ ഒരു എയർ ബാഗ്, ഇവിടെ ഒരു എയർ ബാഗ്. ആൻഡ് സ്റ്റിയറിംഗിലൊന്നും ലെതർ റാപ്പിംഗ് വരുന്നില്ല, അത് വേറൊരു വിഷമമാണ്. പക്ഷേ അത് അടുത്ത മോഡലിലോ അതിൻ്റെ അടുത്ത മോഡലിലോ ഒന്നും കിട്ടില്ല. അതൊക്കെ വെളിയിൽ കിടക്കുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയിലേ അതൊക്കെ കിട്ടത്തുള്ളൂ. ബട്ട് അഗൈൻ ആഫ്റ്റർ മാർക്കറ്റിൽ അതൊക്കെ ചെയ്യിപ്പിക്കാം. ആൻഡ് ഇവിടെയൊക്കെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. ലൈക്ക് അഗൈൻ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ഇവിടെയൊക്കെ ലെതർ പാഡിങ് വരും. പക്ഷേ ദാറ്റ് ഇസ് ഓൾ ഫൈൻ, അതൊന്നും ഒരു കുഴപ്പമില്ല. ബിക്കോസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പവർ വിൻഡോസ് ഉണ്ട് വിത്ത് ഡ്രൈവറിന് ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ. ഓട്ടോ ഫോൾഡിംഗ് ഇല്ല, ഓട്ടോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഇതാണ് ഓട്ടോ ഫോൾഡിങ്ങിന്റെ ബട്ടൺ. സോ എനിക്ക് ഇതും ആഫ്റ്റർ മാർക്കറ്റിൽ പിടിപ്പിക്കാൻ പറ്റും, ഓട്ടോ ഫോൾഡിങ്. ഇപ്പോൾ അത് ശരിക്കും ഒരു ആവശ്യം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ഇത് ആഫ്റ്റർ മാർക്കറ്റിൽ പിടിപ്പിക്കാൻ പറ്റും. നമുക്ക് ഞെക്കി കഴിഞ്ഞാൽ ഫോൾഡിങ് ടൈപ്പ് ആക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് നോട്ട് എൻ ഇഷ്യൂ. നമ്മുടെ റെയർ വ്യൂ മിറർ വന്നിട്ട് മറ്റേ ഓട്ടോ ഡിമ്മിങ് ഒന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് എ മാനുവൽ മിറർ. യു ഗെറ്റ് എ ലൈറ്റ് ഓവർ ഹിയർ. ലൈക്ക് അഗൈൻ വണ്ടിക്കകത്ത് ബാറ്ററി ഇല്ല. ആൻഡ് ബാക്ക് സീറ്റ് ഡിസൈൻ, ഇത് 5 സീറ്റർ ആണ്. ആൻഡ് ദിസ് ഇസ് വാട്ട് ദ ബാക്ക് സീറ്റ് ലുക്ക് ലൈക്ക്. നിങ്ങൾക്ക് ബാക്കിൽ കയറിയിട്ട് എങ്ങനെ ഉണ്ടെന്നും കൂടെ ഒന്ന് നോക്കാം. ആൻഡ് ബേസിക്കലി ദ സീറ്റ്സ് വെരി കംഫർട്ടബിൾ സീറ്റ്സ്. ഞാൻ പറഞ്ഞില്ല, ബേസ് മോഡലിൽ അവർക്ക് മാറ്റാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. സീറ്റ് ഡിസൈനൊക്കെ ഇതൊക്കെ വളരെ കംഫർട്ടബിൾ, വളരെ എന്താ പറയുന്ന ഒരു സപ്പോർട്ടീവ് സീറ്റ്. ഇതിൻ്റെ ലംബാറും ഇതിൻ്റെ ആ ഒരു പൊതുവെ എർഗണോമിക്സ് ഓഫ് ദ സീറ്റ് ആർ വെരി വെരി നൈസ്. ഇരുന്ന് കുറേ ദൂരം യാത്ര ചെയ്താൽ ഒരു മടുപ്പും വരും തോന്നില്ല. ആൻഡ് നമ്മുടെ ഈ ഇവിടെ വരുന്നത് നമുക്കിത് വണ്ടി മാനുവലാണ്. MX-ൽ എനിക്ക് ഓട്ടോമാറ്റിക് കിട്ടും തോന്നുന്നില്ല. MX-ൽ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും യു വിൽ ഗെറ്റ് മാനുവൽ. ആൻഡ് ഈ ഒരു ആക്ഷൻ ഇസ് വെരി നൈസ്. നല്ലൊരു പോസിറ്റീവ് ഗിയർ സെലക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ഒരു മടുപ്പോ ഒന്നുമില്ല, നല്ല ടൈറ്റാണ്. ത്രോസ് ഒക്കെ നല്ല പോസിറ്റീവ് ആണ്. സോ എ വെരി വെൽ എന്താ പറയുന്നത്
എ വെരി നൈസ് ടു യൂസ് ഗിയർ സെലക്ടർ. ആൻഡ് ഇതൊക്കെ ക്ലൈമറ്റ് കൺട്രോൾ അല്ല, ഇതൊക്കെ നമ്മുടെ മാനുവൽ AC ആണ്. ആൻഡ് ബട്ടൺസ് ഒക്കെ നല്ലൊരു ടാക്ടൈൽ ഫീൽ ഉണ്ട്, ഞെക്കുമ്പോഴൊക്കെ ഒരു ക്വാളിറ്റി ഫീൽ ഉണ്ട്. പണ്ടൊക്കെ മഹീന്ദ്രകൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഈ ബട്ടൺസ് ഒക്കെ ഞെക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി പറഞ്ഞു വരുന്നൊരു പ്ലാസ്റ്റിക്കി ഫീലായിരുന്നു. അതൊക്കെ മറിക്കണില്ല, ഇതിപ്പം നല്ലൊരു പാഡഡ് ഫീലുണ്ട് സ്വിച്ചസിനൊക്കെ, വിച്ച് ഇസ് റിയലി നൈസ്. മഹീന്ദ്രയുടെ ക്വാളിറ്റി ഒരുപാട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. നോ ബാക്ക് സീറ്റ്സ് അഗൈൻ ഭയങ്കര വീതിയുണ്ട് എന്ന് പറഞ്ഞാൽ എത്തുന്ന പോലുമില്ല. ഐ എം ട്രൈങ് മൈ ഹാർഡസ്റ്റ്, പക്ഷേ അപ്പുറത്ത് എത്തില്ല, നല്ല വീതിയുണ്ട്. ആൻഡ് സീറ്റ് സ്ക്വാബും നല്ലതാണ് എന്ന് പറഞ്ഞാൽ നല്ല അണ്ടർ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കണ്ടില്ല, എൻ്റെ തൈഡ് ഇത്രയും വരെ കവേർഡാണ്, ഇത്രയും മാത്രമേ ബാക്കിയുള്ളൂ. കുറച്ചും കൂടെ പൊക്കമുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് വരും. പക്ഷേ എന്നാലും ഓവറോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ പ്രൈസ് കാറ്റഗറിയിൽ ബാക്ക് സീറ്റ്സ് ആർ വെരി വെരി കംഫർട്ടബിൾ ആൻഡ് സ്പേഷ്യസ്. നിറച്ച് സ്പേസ് ഉണ്ട്. ബാക്കിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. 4 പേരും തള്ളിക്കയറ്റി ഇരുത്തി അങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം, 4 പേർക്കും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും വണ്ടിയിൽ. സോ സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. ആൻഡ് ഞാൻ നേരത്തെ തിരിച്ചെടുത്തിരിക്കുന്നു, ഒരു USB-C സോക്കറ്റ് ഉണ്ട് ഇവിടെ ബാക്കിൽ. ആൻഡ് ബാക്കിൽ AC വെൻസ് ഉണ്ട്, വേണം, ബിക്കോസ് ഇത്രയും വലിയ വണ്ടി കാരണം നമുക്ക് AC വെൻസ് എന്തായാലും വേണം. ആൻഡ് ബാക്ക് റോ ഇല്ല ഇതിനകത്ത്, നമുക്ക് ഇത് 5 സീറ്റർ ആയ കാരണം ബാക്കിൽ ഫുൾ സ്പേസ് ആണ്. ദാറ്റ് ഈസ് ദി ബെസ്റ്റ് തിങ് ടു ഡു, ബിക്കോസ് നമ്മൾ 7 സീറ്റർ വാങ്ങിച്ചാലും ഫുൾ ടൈം മടക്കി ഇടാറുള്ളത്. സോ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വിലയും കുറഞ്ഞ് കിട്ടും വണ്ടിയിൽ. ആൻഡ് നമുക്ക് അത്രയും കൂടുതൽ ലഗേജും കൂടെ ക്യാരി ചെയ്യാം. ഒരു ഫാമിലി, ഒരു അത്യാവശ്യം ബിഗ് ഫാമിലി, അച്ഛൻ, അമ്മ, പിള്ളേർ, പിന്നെ ഒരു അപ്പൂപ്പൻ അമ്മൂമ്മ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഐ മീൻ നോ ജോക്ക്, ഒരു ഫാമിലി വിത്ത് എൽഡർലി പീപ്പിൾ, ദിസ് കാർ ഇസ് ദ പെർഫെക്റ്റ് ഫാമിലി കാർ. ബിക്കോസ് വയസ്സായ ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും നല്ല സുഖമാണ്. ഇതിൻ്റെ ഡോർസിൽ അത്യാവശ്യം പൊങ്ങിയായിരിക്കുന്നത്, പക്ഷേ നമ്മുടെ XUV ഇതാ കിടക്കുന്നത്, XUV ചേട്ടനെ പോലെ അങ്ങ് ആകാശത്തല്ല. സോ ഇതിനകത്ത് നിന്ന് കയറി ഇറങ്ങാനൊക്കെ നമുക്കിങ്ങനെ ചരിഞ്ഞങ്ങ് കയറാം. ഇപ്പം വയസ്സായ ആൾക്കാർക്ക് അല്ലെങ്കിൽ നടുവേനൊക്കെയുള്ള ആൾക്കാർക്ക് അധികം മടങ്ങണ്ട, അധികം കയറുകയും വേണ്ട. ഇറ്റ് ഈസ് ദി പെർഫെക്റ്റ് ഹൈറ്റ്. സോ അങ്ങനെ കയറാൻ ഇറങ്ങാനും പിന്നെ ഓവറോൾ സീറ്റിംഗ് പൊസിഷനും യാത്രാ സുഖമൊക്കെ നല്ലതാണ്. ഞാൻ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിന് ഈ വണ്ടിയുണ്ട്. ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് XUV 700. ആൻഡ് വിത്ത് എക്സ്പീരിയൻസ് ഐ ക്യാൻ സേ നല്ല യാത്രാ സുഖമുള്ള വണ്ടിയാണ്. ബിക്കോസ് ഇതൊരു മോണോകോക്ക് ഡിസൈനാണ്, ലാഡ്രോൺ ഫ്രെയിം അല്ല. ലാഡ്രോൺ ഫ്രെയിം എന്താണെന്നായിരിക്കും ചിലവർ ചോദിക്കുന്നത്. ബേസിക്കലി ഒരു ചേസ്, നമ്മുടെ ബസ്സിൻ്റെ ചേസൊക്കെ കണ്ടിട്ടില്ല, അതിൻ്റെ പുറത്ത് ബോഡി പണിയുന്നതാണ് നമ്മുടെ സ്കോർപിയോ പോലത്തെ വണ്ടികൾക്ക് വരുന്നത്. സോ അതിന് ബോഡി റോൾ എപ്പോഴും കൂടുതലായിരിക്കും, ബിക്കോസ് ആ ലാഡർ, ആ ചേസും ബോഡിയും രണ്ട് സാധനത്തിനെ പിടിപ്പിച്ച് വെച്ചേക്കാണ്. ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ കാറുകൾ ഡിസൈൻ ചെയ്യുന്ന പോലെ ചേസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു സാധനമില്ല. ദ ചാസി ഈസ് ബ്ലെൻഡഡ് ഇൻ ടു ദ ബോഡി. അപ്പോൾ ബോഡിയുടെ ഒരു ഭാഗം തന്നെയായിട്ട് വരുമ്പം അത്രയും കൂടെ ഒരു ഫ്ലെക്സിബിലിറ്റി വണ്ടിക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേഷൻ ഇല്ല ബോഡിയും ഈ നമ്മുടെ ബേസ് ആയ ചേസും തമ്മിൽ. സോ അതാണ് ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ. അറിഞ്ഞിടാത്ത ആൾക്കാർക്ക്, അറിയാവുന്ന ആൾക്കാർക്ക് നീ ഇടാ പോടാന്ന് പറയായിരിക്കും. ബട്ട് അറിഞ്ഞിടാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നേ ഉള്ളൂ. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ബൂട്ട് സ്പേസ് എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് ഈ വണ്ടിക്ക് ഇലക്ട്രോണിക് ബൂട്ട് റിലീസാണ് വരുന്നത് ഫോർ ദി ഡിക്കി. ആൻഡ് ബാറ്ററി കണക്ട് ചെയ്യാത്ത കാരണം ദർ ഇസ് നോ വേ ടു ഓപ്പൺ ദ ബൂട്ട്. ലൈക്ക് എനിക്ക് ലോജിക്കലി കണ്ടുപിടിക്കാൻ പറ്റില്ല, വല്ല സേഫ്റ്റി റിലീസ് ഉണ്ട്, അവിടെ ഒരു സേഫ്റ്റി റിലീസ് ഉണ്ട്, പക്ഷേ വെളിയിൽ നമുക്ക് നോർമലി തുറക്കാനായിട്ട് പറ്റില്ല ബിക്കോസ് ബാറ്ററി ഇല്ലാത്ത കാരണം. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ ഡിസൈൻ. ഒരുപാട് സ്പേസ് ഉണ്ട്. ഇത് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, ദാറ്റ് ഈസ് ഫോർ ദി 7 സീറ്റർ വേരിയൻസ്. അവിടെ എന്തെങ്കിലും ചാർജിങ് സോക്കറ്റ്സോ എന്തെങ്കിലുമൊക്കെ വരും, പക്ഷേ ഈ വേർഷനിൽ അതൊന്നും വരുന്നില്ല. ആൻഡ് ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്ക്. ഈ 5 സീറ്റർ വേരിയൻറ്റിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ഓഫീസ് സ്പേസ് ഒക്കെ വേണമെങ്കിൽ ഷിഫ്റ്റിംഗ് നടത്താം ഇത്രയും സ്പേസും കൊണ്ട്, ഈ സീറ്റ്സ് ഇരിക്കേ തന്നെ. സോ ദാറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. ഒരു പെട്ടിയോട്ടം കയറുന്നതിൻ്റെ ഒരു സ്ഥലം തന്നെ ഉണ്ട് ഇതിനകത്ത്. A huge thank you and shout out to PPS Mahindra for allowing me to come down here, shoot their vehicles and basically share this video with you guys. It's all thanks to them. And നിങ്ങളിപ്പോൾ കൊച്ചിനിലാണ് താമസിക്കുന്നതെങ്കിൽ ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ടു ബൈ എ മഹീന്ദ്ര വെഹിക്കിൾ, ഡു കോൺടാക്ട് ദം. അവരുടെ എല്ലാം ഉണ്ട്, സ്കോർപിയോ ആൻഡ് XUV 700, XUV 400, Marazzo. Guys, Marazzo ഇപ്പോഴും ഉണ്ട്. So if you are looking to purchase a Mahindra vehicle, do contact PPS Mahindra. So that was it. That was the XUV 700 base model review. Hope you guys enjoyed it. Do let us know what you think in the comment sections below. Like this video, share this video with your friends and family. And if you're new here, consider subscribing. ഇതേപോലത്തെ കുറേ അടിപൊളി വീഡിയോകളായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വരുന്നതാണ്. So till then, have fun, stay safe and God bless.